ന്യൂസ് 18 സമൂഹത്തിനോട് വല്ലാത്ത പ്രതിബദ്ധതയുള്ള ഒരു ചാനലാണ്. കേൾക്കാം. ഞങ്ങൾ ഈ ചിത്രം ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ ഒരു ഭാഗത്ത് പങ്കുവെക്കുന്ന ദൃശ്യങ്ങളിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അതൊരു വിഭാഗത്തിലായതുകൊണ്ട് തന്നെ ആ വിഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് മതപരമായ വിഷയം എന്ന നിലയിലല്ല ഞങ്ങൾ കാണുന്നത്, സാമൂഹികമായ ഒരു വിഷയം എന്ന നിലയിലാണ്. ഇതേത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് എങ്കിലും അത് ചർച്ച ചെയ്യുകയും ചെയ്യും. കേട്ടില്ലേ? ഞങ്ങൾ ഏത് മതക്കാരായാലും ഇത് എതിർക്കും. കാരണം ഞങ്ങൾക്കിത് മതവിഷയമല്ല, സാമൂഹിക വിഷയമാണ്. നിലവിൽ ഇന്ന മതക്കാരാണത് ചെയ്യുന്നത്. ഇനി മറ്റൊരു മതക്കാർ ചെയ്താലോ ഞങ്ങൾ എതിർക്കും. കാരണം ഞങ്ങൾക്ക് സമൂഹത്തിനോടാണ് പ്രതിബദ്ധത. അത്രത്തോളം വലിയ സാമൂഹിക സ്നേഹികളാണ് ഞങ്ങൾ. വിഷയം എന്താണ്? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം നാമധാരിയുടെ വീട്ടിൽ അവരുടെ ഭാര്യ പ്രസവിച്ചു. പ്രസവത്തിൽ ഭാര്യ മരണപ്പെട്ടു. ഈ വിഷയം 2 ആഴ്ചകളിലായിട്ടാണ് ന്യൂസ് 18 ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം അത്രത്തോളം വലിയ സാമൂഹിക സ്നേഹികളാണ് ന്യൂസ് 18 നിൽക്കുന്നത്. അന്നവർ ചർച്ച ചെയ്ത ഓരോ ദിവസത്തെയും വിഷയങ്ങൾ. ഒരു ദിവസത്തെ ചർച്ച, വീട്ടിലെ പ്രസവം പിന്നിൽ മതമോ അന്ധവിശ്വാസമോ? വീട്ടിലെ പ്രസവം, അമ്മമാരെ കൊലക്ക് കൊടുക്കുന്നത് ആര്? വീട്ടിലെ പ്രസവം പിന്നിൽ മതമോ? ആ ചർച്ചയിൽ പങ്കെടുത്തത് മിസ്റ്റർ ആരിഫ് ഹുസൈൻ, രണ്ടാമത്തത് ശ്രീജിത്ത് പണിക്കർ. ഇവരൊക്കെ വിളിച്ചുകൂട്ടി, ഇതാ കണ്ടോളൂ, സമൂഹത്തിൽ വല്ലാത്ത അനാചാരം ഉടലെടുക്കുന്നു, എതിർക്കണം, നമ്മൾ വല്ലാത്ത സാമൂഹിക സ്നേഹികളാണ് എന്ന് പറഞ്ഞുകൊടുത്തു ന്യൂസ് 18. ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിത്തീരുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, അപ്രകാരം വനിതാ സംഘടനകൾ, ഇവരെല്ലാവരും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ ഈ തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര യുവജന സംഘടനകൾ, വനിതാ പ്രസ്ഥാനങ്ങളൊന്നും വാതുറക്കുന്നില്ല. അതിന്റെ കാരണം എന്ത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഇവരെല്ലാവരും മിണ്ടാതിരിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ മിണ്ടാൻ ഒരൊറ്റ ചാനലേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ന്യൂസ് 18. അത് ഞങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയാണ്. ഞങ്ങൾക്ക് സമൂഹത്തിനോടുള്ള സ്നേഹമാണ്, വാത്സല്യമാണ്. നിങ്ങൾ എന്താണ് അത് അറിയാതെ പോകുന്നത്? അതിൽ ഞങ്ങൾക്ക് ഇന്ന മതം, ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. ആരിങ്ങനെ ചെയ്താലും ഞങ്ങൾ എതിർക്കും. അതാണ് ഞങ്ങളുടെ പോളിസി. ഇതേത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് എങ്കിലും അത് ചർച്ച ചെയ്യുകയും ചെയ്യും. സത്യം പറയാലോ, ന്യൂസ് 18 പോലെ ഇത്രത്തോളം സാമൂഹികമായി പ്രതിബദ്ധതയുള്ള മറ്റൊരു ചാനൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറയാണ്. നിങ്ങൾ നോക്കൂ, ഒരു വീട്ടിൽ ഭാര്യ പ്രസവിക്കുന്നു, കുട്ടി മരിക്കുന്നു, ഭാര്യ മരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മിണ്ടാനില്ല, മറ്റു മാധ്യമങ്ങൾക്ക് മിണ്ടാനില്ല. അവരെല്ലാം മതത്തെ പേടിച്ച്, ഇനി മതം എന്ന് പറയണ്ട, ഇസ്ലാമിനെ പേടിച്ച് മിണ്ടാതിരിക്കുമ്പോ ന്യൂസ് 18 ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ആഴ്ചകളോളം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. നമ്മൾ ആരിഫ് അണ്ണനെയും ശ്രീജിത്ത് പണിക്കർ അണ്ണനെയും കൊണ്ടുവന്നിട്ട് വളരെ വിശാലമായി ചർച്ച ചെയ്യുന്നു. വല്ലാത്ത ധൈര്യമാണ് ന്യൂസ് 18 നിങ്ങൾക്ക്. ഐ ആം പ്രൗഡ് ഓഫ് യു, പ്രൗഡ് ഓഫ് മീ. ഇതെന്താ വാർത്ത? ഈ വാർത്ത നമ്മൾ കേട്ടിട്ടില്ലല്ലോ. എന്താ വാർത്ത? ഇടുക്കിയിലെ വീട്ടിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഭാര്യയെ കർത്താവ് രക്ഷിക്കുമെന്ന് ഭർത്താവ്. ഭാര്യയെ കർത്താവ് രക്ഷിക്കുമെന്ന് ഭർത്താവ്. നല്ല ഹെഡിങ് ഇടാൻ പറ്റിയ വാർത്തയാണ് അല്ലേ? വീട്ടിലെ പ്രസവം പിന്നിൽ കർത്താവോ? എൻ്റെ റിപ്പോർട്ടറെ, നിങ്ങളൊക്കെ ഒരു ഇമേജിൽ തീർത്തിയില്ല ഈ വാർത്ത. സാമൂഹിക പ്രതിബദ്ധതയുള്ള ന്യൂസ് 18 ഇത് അന്തിമ ചർച്ചക്കിട്ട വാർത്തയാണ്. ഈ വാർത്ത വന്ന ഡേറ്റ് എന്നാണ്? 8-ാം തീയതി. അപ്പൊ 2 ദിവസം മുമ്പ് നിങ്ങൾ പോയി നോക്കൂ, ന്യൂസ് 18 ലൈവ് പോയി നോക്കൂ. 2 ദിവസം മുമ്പുള്ള ലൈവിൽ ഇപ്പോ ഈ വാർത്ത തന്നെ കാണാനില്ലല്ലോ. എന്തെങ്കിലും ഒരു ഹെഡിങ്, വീട്ടിലെ പ്രസവം പിന്നിൽ മതമോ അല്ലെങ്കിൽ പിന്നിൽ കർത്താവോ, എന്തെങ്കിലും ഒരു ഹെഡിങ്ങിൽ ഈ വാർത്ത. ഒന്നും കൂടി നോക്കാം. ഞാൻ കാണുന്നില്ലട്ടാ, നിങ്ങൾ കണ്ടാ? ചിലപ്പോ എപ്പോഴും ഇപ്പൊ ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റൂലല്ലോ. അത് അന്നത്തെ ദിവസം ഇവർ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. പിറ്റേ ദിവസം അവരെന്തായാലും ലൈവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പിറ്റേ ദിവസത്തെ ലൈവ് നോക്കാം. അഥവാ 9-ാം തീയതിയിലെ ലൈവ് നോക്കട്ടാ. നിങ്ങൾ കാണുന്നില്ലേ? നോ ഇല്ല.
ചിലപ്പോൾ അന്നും അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, സാമൂഹിക പ്രതിബദ്ധത മറന്നിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ ലൈവില്ല നമ്മൾ വെക്കുക. എന്തായാലും അവർ വാർത്ത കൊടുത്തിട്ടുണ്ടാകുമല്ലോ, 8-ാം തീയതിയിലെ വാർത്ത. നമ്മളൊന്ന് പോയി നോക്കാം. സുബ്ഹാനല്ലാഹ്, ആ വാർത്ത പോലും കൊടുത്തിട്ടില്ല. എന്താ ന്യൂസ് 18 നിങ്ങൾ ഇങ്ങനെ ആയാൽ? നിങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ലേ? ആരായാലും നിങ്ങൾ ചർച്ച ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇതുവരെ നിങ്ങളെ കൂടെ നിന്നിരുന്നുട്ടാ. ഇനി നിൽക്കാൻ പറ്റൂല, ഇനി നിൽക്കാനേ പറ്റൂല. എന്തായാലും ആ വാർത്ത നമുക്ക് മറ്റൊരു ചാനലിൽ നിന്ന് കേൾക്കാം. ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ നവജാത ശിശു മരിച്ചു. പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത്. പോലീസും ആരോഗ്യ പ്രവർത്തകരും ആംബുലൻസുമായി എത്തിയെങ്കിലും ഇവർ ആശുപത്രിയിൽ പോകാൻ തയ്യാറായില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തിരുവല്ലയിൽ പാസ്റ്ററാണ് ജോൺസൺ. ഇദ്ദേഹത്തിന്റെ ഭാര്യ ബിജിയുടെ വീട് ഇടുക്കി മണിയാറൻകുടിയിലാണ്. ഈ വീട്ടിൽ വെച്ചാണ് ജോൺസൺ ഭാര്യയുടെ പ്രസവം എടുക്കാൻ ശ്രമിച്ചത്. ആ സമയത്താണ് ഇവർക്ക് ജനിച്ച ആൺകുഞ്ഞ് മരിച്ചു പോകുന്നത്. ഇവരുടെ വിശ്വാസപ്രകാരം ആശുപത്രിയിൽ പോകുക അല്ലെങ്കിൽ ചികിത്സ തേടുകയോ ചെയ്യാത്ത ആളാണെന്നാണ് എല്ലാ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ആശാവർക്കർമാർ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇവരുടെ വീട്ടിലെത്തുകയും ഇവരോട് ആശുപത്രിയിൽ പോകണമെന്നും ചികിത്സ തേടണമെന്നും പരിശോധനകൾക്ക് വിധേയമാകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവർ ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല, മരുന്നുകളൊന്നും കഴിക്കുകയും ചെയ്തില്ല. അത് തങ്ങളുടെ വിശ്വാസത്തിന് എതിരാണെന്നായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ പ്രസവത്തെ തുടർന്ന് കുഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മരിച്ചതിനെ തുടർന്ന് നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും വീട്ടിലേക്ക് എത്തി. ഈ സമയത്ത് രക്തം വാർന്ന അവശനിലയിലായിരുന്നു ബിജി ഉണ്ടായിരുന്നത്. ബിജിയോട് ആശുപത്രിയിൽ പോകാനായിട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർ വഴങ്ങിയില്ല. ജോൺസണും അക്കാര്യത്തിൽ എതിർപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇവരെ ആംബുലൻസിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. കുട്ടിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ബിജി ഇപ്പോൾ അവിടെ രണ്ടാമത് ആശുപത്രി ചികിത്സയൊക്കെ തേടി ആരോഗ്യനില വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇവർക്ക് 3 കുട്ടികൾ കൂടിയുണ്ട്. ഈ 3 കുട്ടികളുടെയും പ്രസവം ഇത്തരത്തിൽ വീട്ടിൽ വെച്ചായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നില്ലെന്ന പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ പോലീസ് വിശദമായ അന്വേഷണം നടത്തും.